നമസ്കാരം. ക്വിറ്റ് ഇന്ത്യ സമരത്തോടുള്ള സാവർക്കറുടെ വിമർശനം, പാകിസ്ഥാന്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന കാഴ്ചപ്പാട്, ഹിന്ദു മഹാസഭയ്ക്ക് RSSനോടും കോൺഗ്രസിനോടും ഉണ്ടായിരുന്ന ബന്ധം, ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സാവർക്കർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വിമർശകനായിരുന്നു. അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തെ പൂർണ്ണമായും അംഗീകരിച്ചിരുന്നില്ല. സാവർക്കർ മാത്രമല്ല, അംബേദ്കർ അടക്കമുള്ള പല നേതാക്കളും ക്വിറ്റ് ഇന്ത്യ സമരത്തെ അനുകൂലിച്ചവരായിരുന്നില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ ഗാന്ധിജി ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, എന്നാൽ അവരുടെ സൈന്യത്തെ ഇന്ത്യയിൽ നിലനിർത്തുക. ഇത് അപകടകരമായ ഒരു സമീപനമാണെന്നായിരുന്നു സാവർക്കറുടെ വാദം. പ്രത്യേകിച്ചും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യയിൽ തുടരുന്നത് കാലക്രമേണ ഇന്ത്യയെ ഒരു US ബേസ് ആക്കി മാറ്റും എന്ന് സാവർക്കർ ഭയന്നു. ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുൻപ് മഹാത്മാഗാന്ധി മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഒരു കത്ത് അയച്ചിരുന്നു. അതിൽ ഗാന്ധിജി പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്താൽ അധികാരം മുസ്ലിം ലീഗിലേക്ക് കൈമാറുന്നതിനെ കോൺഗ്രസ് പിന്താങ്ങാം എന്നായിരുന്നു. ഇതും സാവർക്കർക്ക് യോജിക്കാവുന്നതായിരുന്നില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിപ്ലവകാരികളും സാധാരണ ജനങ്ങളും ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാരും പിന്താങ്ങണം എന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. ഇത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പായാണ് സാവർക്കർ കണ്ടത്. കാരണം വിപ്ലവകാരികളെ നിരന്തരം വിമർശിച്ച പാരമ്പര്യമായിരുന്നു കോൺഗ്രസിന്റേത്. വിപ്ലവകാരികളെ തൂക്കുമരത്തിൽ നിന്നോ കാലാപ്പാനിയിൽ നിന്നോ രക്ഷിക്കുവാൻ ഒന്നും ചെയ്യാത്ത കുറ്റകരമായ അനാസ്ഥയായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എന്നും ഉണ്ടായിട്ടുള്ളത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തോട് ഒരു അനുകൂല നിലപാടായിരുന്നില്ല സാവർക്കർ സ്വീകരിച്ചത്. കോൺഗ്രസിനുള്ളിൽ തന്നെ C. രാജഗോപാലാചാര്യെ പോലെയുള്ള പല നേതാക്കളും പാകിസ്ഥാൻ വിഭജനമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്ന് വിശ്വസിച്ചവരായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ എന്ന ആശയത്തെ അവസാനം വരെ എതിർത്ത വ്യക്തിയായിരുന്നു സാവർക്കർ. 1942 ഹിന്ദു മഹാസഭയുടെ ആനുവൽ സെഷനിൽ വെച്ച് പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായാൽ ഭാരതം ഭാവിയിൽ നേരിടുവാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പല ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളും സാവർക്കർ നടത്തി. പാകിസ്ഥാൻ എന്ന രാജ്യം നിലവിൽ വരുന്നതിന് 5 കൊല്ലം മുൻപ് അദ്ദേഹം നടത്തിയ ഈ നിരീക്ഷണങ്ങൾ ഇന്ന് നാം നോക്കിക്കാണുമ്പോൾ വളരെ പ്രസക്തമായ നിരീക്ഷണങ്ങളാണ് എന്ന് പറയേണ്ടി വരും. പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടാൽ ഇന്ത്യയുമായി ആ രാജ്യം സമാധാനപരമായ ഒരു ബന്ധം തുടരും എന്നതിന് യാതൊരു ഉറപ്പും ഉണ്ടായിരിക്കുകയില്ല. ഒരു സ്വതന്ത്ര രാജ്യവും കുറച്ച് സമയവും ലഭിച്ചാൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി പാകിസ്ഥാനായിരിക്കും. ദാരിദ്ര്യവും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം അവർ ദുഃഖിക്കും. തിരിച്ചു ഭാരതത്തിൽ ലയിക്കുവാൻ അവർ കരഞ്ഞുകൊണ്ട് പുറകെ വരും. പാകിസ്ഥാൻ മത തീവ്രവാദികളുടെ നാടായി മാറും. അത് ഇന്ത്യയുടെ പരമാധികാരത്തെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാകുന്നതിന് 5 കൊല്ലം മുൻപ് 1942 സാവർക്കർ പറഞ്ഞ വാക്കുകളാണ്. അവിശ്വസനീയമാം വിധം സത്യമാണെന്ന് തോന്നുന്നില്ല ഈ വാക്കുകൾ. ഇന്നത്തെ പാകിസ്ഥാന്റെ സ്ഥിതി നേരിൽ കണ്ടുകൊണ്ട് പറഞ്ഞ പോലെ തോന്നുന്നില്ല ഈ വാക്കുകൾ. ആദ്യകാലത്ത് ഹിന്ദു മഹാസഭയ്ക്കും കോൺഗ്രസിനും ഇടയിൽ ആശയപരമായ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഹിന്ദു മഹാസഭ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല, ഒരു ഹിന്ദു നവോത്ഥാന സംഘടന മാത്രമായിരുന്നു. ധാരാളം കോൺഗ്രസുകാർ ഹിന്ദു മഹാസഭയുടെ അംഗങ്ങളുമായിരുന്നു. ലാലാ ലജ്പത് റോയിയും പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയും ഒക്കെ ഒരേ സമയം കോൺഗ്രസുകാരും ഹിന്ദു മഹാസഭാ നേതാക്കളുമായിരുന്നു. ആദ്യകാലത്ത് ഹിന്ദു മഹാസഭയുടെ സമ്മേളനങ്ങൾ നടന്നതുപോലും കോൺഗ്രസിന്റെ സമ്മേളന പന്തലിൽ വെച്ചായിരുന്നു. 1937 ജയിൽ മോചിതനായ ശേഷം സാവർക്കറാണ് ഹിന്ദു മഹാസഭയെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി വളർത്തിയെടുത്തത്. സാവർക്കർ ഗാന്ധിയൻ മാർഗത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല, കോൺഗ്രസിന്റെ കടുത്ത വിമർശകനും. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഹിന്ദു മഹാസഭയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചിരുന്നത് C. രാജഗോപാലാചാര്യായിരുന്നു. സാവർക്കർക്കും ശ്യാമപ്രസാദ് മുഖർജിക്കും ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയെടുത്ത് ഹിന്ദു മഹാസഭയിലെ ഒരു വിഭാഗത്തെ കൊണ്ട് പാകിസ്ഥാൻ വിഭജനത്തെ അംഗീകരിപ്പിച്ചെടുക്കുവാൻ രാജാജി ശ്രമിച്ചിരുന്നു. ഇപ്രകാരം ഒരു ശ്രമത്തെക്കുറിച്ച് സാവർക്കർക്കും ശ്യാമപ്രസാദ് മുഖർജിക്കും നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നതിനാൽ രാജാജിയുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല. സാവർക്കർ ഹിന്ദു മഹാസഭയുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന കാലം വരെ ഹിന്ദു മഹാസഭയ്ക്കും കോൺഗ്രസിനും ഇടയിൽ ആശയപരമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കോൺഗ്രസിന്റെ നിശ്ചിത വിമർശകനായ സാവർക്കർ ഹിന്ദു മഹാസഭയുടെ നേതൃത്വം ഏറ്റെടുത്തതോടെ ഈ രണ്ട് സംഘടനകൾക്കിടയിലുമുള്ള അകലം വർദ്ധിച്ചു. പാകിസ്ഥാനെ തത്വത്തിൽ അംഗീകരിച്ച കോൺഗ്രസ് നടപടിയും 1946 ജിന്ന ആഹ്വാനം ചെയ്ത ഹിന്ദു കൂട്ടക്കുരുതിയോട് കോൺഗ്രസ് സ്വീകരിച്ച നിസ്സംഗ സ്വഭാവവും ഒക്കെ കോൺഗ്രസും ഹിന്ദു മഹാസഭയ്ക്കും ഇടയിലെ ബന്ധത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. നമ്മുടെ സമൂഹത്തിന് അത്ര വ്യക്തതയില്ലാത്ത ഒരു കാര്യം RSSും ഹിന്ദു മഹാസഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്.
ഇത് രണ്ടും ഒരേ സംഘടനയാണോ അതോ രണ്ട് വ്യത്യസ്ത സംഘടനകളാണോ? എങ്കിൽ ഈ സംഘടനകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? RSSും ഹിന്ദുമഹാസഭയും രണ്ട് വ്യത്യസ്ത സംഘടനകളാണ്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും വ്യത്യസ്തങ്ങളാണ്. ആദ്യകാലത്ത് ഈ രണ്ട് സംഘടനകളും സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഹിന്ദുമഹാസഭയ്ക്ക് RSSനേക്കാൾ 10 വയസ്സ് മൂപ്പുണ്ട്. 1915 ഹിന്ദുമഹാസഭ ആരംഭിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങുന്നത് 1925. ആദ്യകാലത്ത് ഈ സംഘടനകൾക്കിടയിലുണ്ടായിരുന്ന സഹകരണം കാരണം ഇംഗ്ലീഷുകാർക്കും ഈ രണ്ട് സംഘടനകളും ഒന്നാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. സവർക്കർ സഹോദരന്മാർ 3 പേരും RSSുമായി സഹകരിച്ച് പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളായിരുന്നു. അവരിൽ മൂത്തയാൾ ഗണേഷ് ദാമോദർ സവർക്കർ 1925 സംഘത്തിന്റെ രൂപീകരണത്തിൽ തന്നെ ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു. സംഘത്തിന്റെ ആനുവൽ കലണ്ടറിൽ ഛത്രപതി ശിവജിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾക്ക് പ്രാധാന്യം വരുന്നത് വിനായക ദാമോദര സവർക്കറുടെ സ്വാധീനം മൂലമാണ്. കൂടാതെ 3 സവർക്കർ സഹോദരന്മാരും പല അവസരങ്ങളിലും സ്വയം സേവകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുമുണ്ട്. ആദ്യകാലത്ത് RSSും ഹിന്ദുമഹാസഭയും തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. സവർക്കറും ഡോക്ടർ ജിയും തമ്മിലുള്ള ബന്ധം വളരെ സൗഹാർദ്ദപരമായിരുന്നു. സവർക്കർ ഹിന്ദുമഹാസഭയ്ക്ക് വേണ്ടി നടത്തിയ പല പര്യടനങ്ങളിലും ഡോക്ടർ ജിയും സവർക്കറെ അനുഗമിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഹിന്ദുമഹാസഭയുടെ പല ആദ്യകാല പ്രവർത്തനങ്ങളിലും സ്വയം സേവകർ സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ആ ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല. അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. സംഘം തുടക്കം മുതലേ ദൈനംദിന രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു നിൽക്കുവാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഹിന്ദുമഹാസഭ അപ്പോഴേക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു. പ്രവർത്തന ശൈലിയിലെ ഈ വ്യത്യാസം ഈ രണ്ട് സംഘടനകൾക്കിടയിലും പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഹിന്ദുമഹാസഭ കോൺഗ്രസിന്റെ കടുത്ത വിമർശകരായിരുന്നു. എന്നാൽ ഡോക്ടർ ഹെഡ്ഗേവാർ ഒരു കോൺഗ്രസുകാരനായിരുന്നു. സംഘത്തിന്റെ വേദികൾ ഹിന്ദുമഹാസഭ കോൺഗ്രസിനെയും ഗാന്ധിജിയെയും വിമർശിക്കുവാൻ ഉപയോഗിക്കുന്നതിനോട് ഡോക്ടർ ജിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഇത് ഡോക്ടർ ജി തന്നെ ഹിന്ദുമഹാസഭ നേതാവായിരുന്ന BS മൂഞ്ചയോട് പറഞ്ഞിട്ടുമുണ്ട്. അതിനുശേഷം മൂഞ്ചെ ഒരിക്കൽ പോലും RSS വേദികളിൽ വന്നിട്ടുമില്ല. ഹിന്ദുമഹാസഭയുടെ ഒരു പ്രധാന പ്രശ്നം ഒരു ദൈനംദിന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കാര്യനിർവഹണത്തിന് വേണ്ട ഫണ്ടായിരുന്നു. ധനശേഖരണത്തിൽ സംഘത്തിന്റെ സഹകരണം സ്വാഭാവികമായും സവർക്കർ പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. ഇതും ഈ രണ്ട് സംഘടനകൾക്കിടയിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുവാൻ കാരണമായി. RSSന്റെ സഹകരണം ഇല്ലാതായതോടെ സ്വന്തം നിലയിൽ ഹിന്ദുമഹാസഭ 2 യുവ സംഘടനകൾ ആരംഭിച്ചു. രാമസേനയും ഹിന്ദു രാഷ്ട്രദളും. ഏതാണ്ട് RSSന്റെ അതേ രൂപത്തിൽ വാർത്തെടുക്കുവാനുള്ള ശ്രമമായിരുന്നു സവർക്കറിൻ്റെത്. എങ്കിലും അത് കാര്യമായി വിജയിച്ചില്ല. ഹിന്ദുമഹാസഭയ്ക്കും കോൺഗ്രസിനും ഇടയിൽ ഒരു വലിയ സ്വാദർശ്യമുണ്ടായിരുന്നു. ഈ രണ്ട് സംഘടനകളും വ്യക്തി കേന്ദ്രീകൃതങ്ങളായിരുന്നു. കോൺഗ്രസ് ഗാന്ധിസത്തിലും ഹിന്ദുമഹാസഭ സവർക്കറിന്റെ ഐഡിയോളജിയിലും വിശ്വസിച്ച് മുന്നോട്ട് പോയ സംഘടനകളായിരുന്നു. എന്നാൽ RSS ഒരു വ്യക്തി കേന്ദ്രീകൃതമായ സംഘടനയായിരുന്നില്ല. ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് സ്വയം സേവകരുടെ സംഘടനയാണത്. ഒരുപക്ഷെ ഇതായിരുന്നു ഹിന്ദുമഹാസഭയ്ക്കും RSSനും ഇടയിലെ ഏറ്റവും വലിയ വ്യത്യാസവും. RSSനെ കുറിച്ച് വളരെ വ്യക്തമായ നിലപാട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉണ്ടായിരുന്നു. അത് നമ്മൾക്ക് മനസ്സിലാവുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സീക്രട്ട് റിപ്പോർട്ട്സിൽ നിന്നാണ്. ആദ്യകാലത്ത് RSSനെ ഹിന്ദുമഹാസഭയുടെ യൂത്ത് വിങ്ങായാണ് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നത്. സംഘം ഒരു ലോങ് ടൈം സ്ട്രാറ്റജി മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയായാണ് ബ്രിട്ടീഷ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാജ്യത്തെ 3% ജനങ്ങളിലെങ്കിലും സംഘത്തിന്റെ ആശയം എത്താതെ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടരുത് എന്ന് സംഘം കരുതിയിരുന്നതായി ബ്രിട്ടീഷ് റിപ്പോർട്ടുകൾ പറയുന്നു. 1940കളിൽ തെരഞ്ഞെടുത്ത സ്വയം സേവകർക്ക് തുടർച്ചയായി 3 കൊല്ലത്തോളം ട്രെയിനിങ് കൊടുത്ത് അവരെയൊക്കെ ഗവൺമെന്റിന്റെ പല തസ്തികകളിലേക്കും സംഘം പ്രവേശിപ്പിച്ചു. സമയമാവുമ്പോൾ അഡ്മിനിസ്ട്രേഷന്റെ കൺട്രോൾ ഏറ്റെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് RSS ഇത് ചെയ്തത് എന്നാണ് ബ്രിട്ടീഷ് സീക്രട്ട് റിപ്പോർട്ട്സ് പറയുന്നത്. സ്വയം സേവകർ യൂണിഫോം ഇട്ടുകൊണ്ട് സൈനിക രൂപത്തിൽ ഡ്രിൽ നടത്തുന്നതും ബ്രിട്ടീഷുകാർക്ക് സംശയമായിരുന്നു. സംഘത്തിന്റെ സൈനിക സമാന സ്വഭാവം കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് RSSനെ നിരോധിക്കുവാൻ പല ഘട്ടത്തിലും ആലോചിച്ചിരുന്നു എന്നതും ഗവൺമെന്റിന്റെ സീക്രട്ട് റിപ്പോർട്ടിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.